ആരോഗ്യജാലകം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെയുള്ളത് അക്യൂപിആർ ലുബ്ന മേഡം. നമുക്ക് അവരെ ഒന്ന് വ്യക്തമായിട്ട് അവരെ എന്താണ് അക്യുപഞ്ചറിലേക്ക് വന്നതും അക്യുപഞ്ചർ ചികിത്സാ അനുഭവം എന്തുകൊണ്ട് ഈ പ്രായത്തിലും അല്ലെങ്കിൽ അവരെ മക്കളെയും മക്കളെ മകൻ്റെ ഭാര്യയും എല്ലാവരെയും പഠിപ്പിക്കുകയുണ്ടായി. എന്താണ് ഇതിലേക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത്? പ്രധാനമായിട്ട് എൻ്റെ ആരോഗ്യമായിരുന്നു. എനിക്കൊരു 22 വർഷത്തോളമായിട്ട് റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, എല്ലാ ജോയിൻസിനും കലശലായ വേദന. അതിന് ശരിക്കും അലോപ്പതി മരുന്നില്ല, പെയിൻ കില്ലർ അല്ലാതെ അതിന് വേറെ പെയിൻ കില്ലേഴ്സ് ഇങ്ങനെ സഹിക്കാൻ വയ്യാതെ വന്നാലേ ഞാൻ കഴിക്കുള്ളായിരുന്നു. പക്ഷെ അത് വന്നു കഴിഞ്ഞാൽ 2-3 ദിവസം സഹിക്കാൻ പറ്റില്ല. അങ്ങനെ ഇങ്ങനെ തട്ടിമുട്ടി മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഷോൾഡർ പെയിൻ വന്നിട്ട് കൈ പൊങ്ങാണ്ടായി. ഏത് സൈഡാ? ലെഫ്റ്റ് ഹാൻഡ് അല്ലേ? അപ്പം ഞാനൊരു ഫാഷൻ ഡിസൈനറാണ്. എനിക്ക് കുറേ ഞാൻ ലെഫ്റ്റ് ഹാൻഡറും കൂടെയാണ്. അപ്പോൾ എനിക്ക് സ്കെച്ച് ചെയ്യാനും ഒന്നും പറ്റാണ്ടായി. അപ്പം നമ്മൾ മാനസികമായിട്ട് അങ്ങ് തകർന്നൊരവസ്ഥയായി. അതിൻ്റെ കൂടെ എൻ്റെ ഉമ്മയ്ക്ക് ഒരു 17 വർഷത്തോളമായിട്ട് യൂറിനറി ഇൻഫെക്ഷനാണ്. മെനോപോസ് ആയി കഴിഞ്ഞ് മുതൽ തുടങ്ങിയ യൂറിനറി ഇൻഫെക്ഷൻ. അതിന് ചെയ്യാനൊരു മെഡിസിൻ ഇല്ല. അവസാനം യൂറിനറി ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് അവർ പറയുന്നത് വെള്ളം കുടിക്കണം. അങ്ങനെ വെള്ളം കുടിച്ചായിരിക്കണം. അതിപ്പോഴാണ് മനസ്സിലായത്. ഉമ്മയ്ക്ക് ദേഹം മൊത്തം നീരാണ്. നമ്മൾ വിചാരിക്കുന്നു ഉമ്മ തടി വെച്ചതാണെന്നാ. ദേഹം മൊത്തം നീരായി. പിന്നെ ശ്വാസം മുട്ട് തുടങ്ങി. അങ്ങനെ ഉമ്മ ന്യൂമോണിയ ആയി. അങ്ങനെ ഹോസ്പിറ്റലൈസ് ചെയ്തു. അവർ ICUവിൽ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും CT സ്കാൻ. അപ്പോൾ പറഞ്ഞ് ഹാർട്ടിന് പ്രോബ്ലം ഉണ്ട്, ആൻജിയോഗ്രാം. അപ്പോൾ ആൻജിയോഗ്രാം വരെ എത്തിയപ്പം ഞാൻ വിചാരിച്ചു ഇത് ഈ രീതിയിൽ അങ്ങോട്ട് പോയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുമായിരുന്നു. എന്ത് വന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് മെഡിസിൻ എല്ലാം സ്റ്റോപ്പ് ചെയ്ത് ഇനി എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാത്തൊരവസ്ഥയിലാണ് അക്യുപഞ്ചറിനെ പറ്റി അറിയാനിടയായത്. അത് ശരി. ആരാ പറഞ്ഞത്? എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫസ്റ്റ് കസിൻ, ഇവിടെ അക്യൂഷിൽ പഠിച്ച ആളാണല്ലേ, സുനിത മാം. സുനിത എൻ്റെ പ്രായമാണ് അവൾ. അപ്പം ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു അക്യുപഞ്ചർ ഭയങ്കര നല്ലതാണ്, ഇവിടെ കൊല്ലത്ത് തന്നെ ഉണ്ട്, അപ്പോൾ ഒന്ന് പോയി കാണു സാറിനെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് യൂസുഫ് സാറിൻ്റെ നമ്പർ തന്നു. അങ്ങനെ ഞാനും ഉമ്മയും കൂടെ യൂസുഫ് സാറിനെ കാണാൻ വന്നു. സാറിൻ്റെ ആദ്യത്തെ സംസാരത്തിൽ തന്നെ നമുക്കെന്തോ ഒരു നല്ല സമാധാനം കിട്ടി. അപ്പോൾ കുറച്ച് നാച്ചുറോപ്പതിയൊക്കെ നേരത്തെ ഉള്ളത് കൊണ്ട് ആ ഒരു രീതിയിൽ ഇത് വന്നപ്പം, പക്ഷെ നാച്ചുറോപ്പതിയിൽ നിന്ന് നിൽക്കാതെ വന്നപ്പോഴാണ് ഉമ്മയ്ക്ക് ഇംഗ്ലീഷ് മെഡിസിൻ കൊടുക്കേണ്ടി വന്നത്. പക്ഷെ ഞാൻ കഴിയുന്നതും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ അങ്ങനെ മെഡിസിൻസ് കഴിയുന്നതും കഴിക്കാറില്ല. പെയിൻ കില്ലർ കഴിച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ പെയിനൊക്കെ സഹിക്കുമായിരുന്നു. പക്ഷെ കൈ പൊങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്തു. ഒരു 1.5 ലക്ഷം രൂപ ഞാൻ എൻ്റെ ഷോൾഡർ കൈയൊന്ന് പൊക്കാൻ വേണ്ടി ചിലവാക്കി. എന്നിട്ട് രക്ഷയില്ലാണ്ടാണ്. അപ്പോൾ പിന്നെ സാർ എൻ്റെ അടുത്ത്, അപ്പം സുനിത എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു പഠിക്കും നിങ്ങൾക്ക് നല്ലതാണ്. പക്ഷേ ഞാൻ എൻ്റെ മോനെ വാക്സിനേഷനൊന്നും എടുക്കാതൊക്കെ വളർത്തിയതാണ്. അപ്പം നിങ്ങൾക്കത് പറ്റും, പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, പഠിക്ക്. ഞാൻ ചോദിച്ചു സുനിത ഈ പ്രായത്തിൽ അപ്പം എനിക്ക് പറ്റുമല്ലോ, അപ്പോൾ എനിക്ക് പറ്റും. സാറിൻ്റെ അടുത്തും കൂടെ സംസാരിച്ചപ്പോൾ സാറും പറഞ്ഞു പഠിക്കും. അപ്പം ഞാൻ ഇതിൻ്റെ റിസൾട്ടിനെ പറ്റി അങ്ങോട്ട് ഇവരെല്ലാം പറഞ്ഞൊരു വിശ്വാസത്തിൽ ഞാൻ റിസൾട്ട് നോക്കാൻ നിന്നില്ല, ഞാനങ്ങ് ജോയിൻ ചെയ്യായിരുന്നു. അപ്പോൾ പുതിയ ബാച്ച് സ്റ്റാർട്ടാവും. അപ്പം ജോയിൻ ചെയ്തു. അങ്ങനെ പഠിത്തവും ട്രീറ്റ്മെൻറ്റും ഒന്നിച്ചു കൊണ്ടിരുന്നു. നല്ലത്. അപ്പോൾ ഉമ്മായുമായിട്ട് ഞാൻ ക്ലാസ്സിന് വരും, ഉമ്മായിക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് ഉമ്മായി തിരിച്ച് വീട്ടിലേക്ക് വിടും, ഞാൻ ക്ലാസ്സിലിരിക്കും. അല്ല, ഇത് പഠിക്കാൻ ഇങ്ങനെ നമ്മളെ പരിചയമുള്ളവർ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ നമ്മളെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അവരെന്തായാലും നമ്മളെ ചീറ്റ് ചെയ്യൂല, അല്ലെങ്കിൽ നമ്മളെ ഒരു സംശയമുള്ള സംഗതിയിലേക്ക് അകപ്പെടുത്തില്ല എന്നുള്ളൊരു ഉറപ്പുണ്ടാവും. അതും കൂടി ഉള്ളതിനെ കൊണ്ടല്ലേ ചികിത്സ ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ പഠിക്കാനുള്ള ഒരു അവസരം കിട്ടിയത്. അത് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ പഠനവേളയിൽ തന്നെ നിങ്ങൾക്ക് ഇതിനെ ഒബ്സർവ് ചെയ്യാൻ പറ്റിയോ? ഇതിങ്ങനെ മാറുന്നുണ്ടോ, അല്ല ഇവർക്ക് പ്രയാസങ്ങൾ എങ്ങനെ, അതൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റിയോ? റിസൾട്ട് ഭയങ്കര അമേസിങ് റിസൾട്ടായിരുന്നു. നെബുലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അതെല്ലാം നിർത്തി, കംപ്ലീറ്റ് മെഡിസിൻസ് നിർത്തി. ഉമ്മയുടെ നീരെല്ലാം പോയി തുടങ്ങി. അപ്പം വെള്ളം ഞങ്ങൾ സ്ഥിരമായിട്ട് ഉമ്മയെ കൊണ്ട് കുടിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ വെള്ളം കുടിക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ ഉമ്മയ്ക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞ് വെള്ളം വായിൽ നിർത്തിയിട്ട് കുപ്പിക്കളയാൻ പറഞ്ഞു. അങ്ങനെ അത് ഉമ്മയ്ക്ക് ഭയങ്കര ആശ്വാസമായി. അങ്ങനെ ചെയ്ത് യൂറിനറി ഇൻഫെക്ഷൻ പിന്നെ ഇതുവരെ വന്നിട്ടേ ഇല്ല. എത്ര കാലമായിരുന്നു? ഇപ്പൊ 2-2.5 വർഷം ആവുന്നു. ഉമ്മക്ക് എത്ര പ്രായമുണ്ട്? ഇപ്പൊ 81 ആയി അല്ലേ? ഓക്കെ. ഒരുപാട് കാലം യൂറിൻ ഇൻഫെക്ഷന് വേണ്ടിയിട്ട് 18ഓളം വർഷം എന്നല്ലേ പറഞ്ഞത്? അതെ. എന്നാലും വലിയൊരു മാറ്റം തന്നെ. ജോലിയും ഉമ്മക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ശ്വാസം മുട്ട് വരുന്നതുകൊണ്ട് കുനിഞ്ഞൊരു പണി ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഉമ്മ ഇപ്പൊ എല്ലാ ജോലിയും ചെയ്യുന്നു. ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, ഞാൻ ഇന്ന് രാവിലെയും കൂടി നിങ്ങളവിടെ അല്ലേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഞാൻ കണ്ടിട്ട് ഉമ്മ നല്ല ആക്റ്റീവാണ്. അപ്പോൾ ഈ ഒരു ചികിത്സാ അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ സ്വന്തം ഉമ്മക്ക് കിട്ടിയൊരു അനുഭവം അല്ലേ. അപ്പോൾ ആ ഒരു ഡെവലപ്മെന്റ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? അതെങ്ങനെയായിരുന്നു? ഇങ്ങനെ മെല്ലെ നിർത്തുമ്പോഴുള്ള ഒരു വിഡ്രോൾ സിംറ്റംസ് എന്തായാലും ഉണ്ടായില്ലേ?
അങ്ങനെ പറയാൻ വേണ്ടി ഇല്ലായിരുന്നു. ഇല്ലല്ലേ? വിഡ്രോവൽ സിംറ്റം പറഞ്ഞാൽ അങ്ങനെ സിംറ്റം വന്നില്ല. അത് ശരി. മെഡിസിൻ നിർത്തിയിട്ടും കുഴപ്പമില്ലായിരുന്നു. ഇടയ്ക്ക് ഇങ്ങനെ നെബുലൈസ് ചെയ്തുകൊണ്ടിരുന്നത് നിർത്തി കുറച്ച് 2-3 ദിവസം കഴിഞ്ഞു വീണ്ടും ഇങ്ങനെ വന്നപ്പോൾ പെട്ടെന്ന് തന്നെ സാറിൻ്റെ അടുത്ത് വന്നൊരു ട്രീറ്റ്മെൻറ്റ് അങ്ങ് എടുത്തു. സാർ പറഞ്ഞു ഇനി നെബുലൈസ് ചെയ്യണ്ട, കുറച്ച് ഇതായാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങ് മാറി. പിന്നെ പ്രശ്നം വന്നില്ല. ഞാൻ എൻ്റെ ഫ്രോസ് ആൻഡ് ഷോൾഡർ ഗ്രാജുവലി ഞാൻ ക്ലാസ്സിന് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, ഞാനിത് മറന്ന പോലെയായി. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കൈ പൊങ്ങുന്നുണ്ട്. ഭയങ്കര അതിശയമായിരുന്നു. ഇതൊക്കെ പെട്ടെന്ന് നമ്മൾ വേറെ ആൾക്കാരോട് നമ്മളെ സ്വന്തക്കാരോടൊക്കെ പറയുമ്പോഴേ അവർക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം നമ്മളെ ഒരു സിസ്റ്റം വ്യത്യാസമാണ്. മരുന്ന് കഴിച്ചിട്ടോ അല്ലെ ഒരുപാട് ചികിത്സ ചെയ്തിട്ടോ തെറാപ്പി ചെയ്തിട്ടോ ഇതൊന്നും മാറാതെ ഈ ഒരു നീഡിലോണ്ട് മാറുന്നത് പെട്ടെന്ന് പറയുമ്പോഴേ ഉൾക്കൊള്ളാൻ വലിയ പാടായിരിക്കും. ഇതേപോലെ തന്നെ നിങ്ങളെ വേറെ ഹസ്ബൻഡിനോ അല്ലെ മക്കൾക്കോ അങ്ങനെ വേറെ എന്തെങ്കിലും എക്സ്പീരിയൻസ്? ആദ്യമൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു വെറുതെ നീ എന്തിനാ സമയം കളയുന്നത് എന്നൊക്കെ ചോദിച്ചിരുന്നു. ഇവിടുന്ന് ക്ലാസ് ഏകദേശം നമുക്ക് ലാസ്റ്റ് സ്റ്റേജ് എത്തി കഴിയുമ്പം 6 പൾസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് സാറ് പറയും ഇനി നിങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്ത് തുടങ്ങിക്കോ എന്ന് പറയും. വീട്ടിൽ പോയിട്ട് റിലേറ്റീവ്സിനൊക്കെ ചെയ്തു കൊടുത്തു. അപ്പോൾ അന്ന് ഞാൻ പോയിട്ട് ഹസ്ബൻഡ് അടുത്ത് പറഞ്ഞു ഞാൻ ആദ്യമായിട്ട് ഇക്കായ്ക്ക് ട്രീറ്റ്മെന്റ് തരാം. അപ്പോൾ ഒരുമാതിരി പുച്ഛിച്ച പോലെ കളിയാക്കിക്കൊണ്ടാണ് വന്നിരുന്നത്. അപ്പോൾ അന്നേരം ബാക്ക് പെയിൻ ഉണ്ട് പുള്ളിക്കാരൻ. ഞാൻ പറഞ്ഞു ഞാൻ ട്രീറ്റ്മെന്റ് എനിക്ക് എൻ്റെ ആഗ്രഹമാണ് ഇക്കാക്ക് ആദ്യം ട്രീറ്റ്മെന്റ് എൻ്റെ കൈ കൊണ്ട് എനിക്ക് ആദ്യം ഇക്കായ്ക്ക്. അങ്ങനെ എന്തായാലും കൈ നീട്ടി തന്നു. അങ്ങനെ ഞാൻ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. ഒരു 10 മിനിറ്റ് എന്നിട്ട് ഞാനങ്ങ് എഴുന്നേറ്റ് പോയി. ഞാൻ അവിടെ ഇരുന്ന് എന്തോ റെഫറി ബുക്ക് എന്തോ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വെച്ച് പറയാം അതെ എൻ്റെ നടുവേദന മാറി. എനിക്ക് പോലും ഭയങ്കര അതിശയമായിരുന്നു. അതോടുകൂടി പുള്ളിക്കാരൻ ഭയങ്കര പോസിറ്റീവായി എല്ലായിടത്തും പറയുന്നുണ്ടായിരുന്നു. അപ്പം ആ സമയത്തായിരുന്നു എൻ്റെ ഇവിടെ 2ാമത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ പറഞ്ഞു മക്കളടുത്ത് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും മോനും മരുമകൾ രണ്ടുപേരും കൂടെ ജോയിൻ ചെയ്യും. കാരണം അവരാണ് എന്നെ ഡ്രോപ്പ് ചെയ്യാൻ വരുന്നതും പിക്ക് ചെയ്യാൻ വരുന്നതും ഒക്കെ. അപ്പം ഞാൻ ഈ കാര്യങ്ങൾ ഓരോ ദിവസത്തെ ക്ലാസ്സുകളൊക്കെ പറയുമ്പോൾ ഇവർക്കെന്തോ, പക്ഷെ എന്നാലും അവർ ക്ലാസ് അവർ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് ഉമ്മ പറഞ്ഞ പോലെയല്ല ഇത് ഭയങ്കര സംഭവമാണ്, മിറക്കിളാണെന്നുള്ള അവർക്ക് മനസ്സിലായി. ഇല്ല, നമുക്ക് തന്നെ അറിയാലോ നിങ്ങളെ ഉമ്മയുടെ സ്ഥിതി ഞാൻ നേരിട്ട് കണ്ടതാണ്. 81 വയസ്സായെന്ന് ഇപ്പോൾ തോന്നുന്നേ ഇല്ല. കാരണം മരുന്ന് നിർത്തി നമ്മളെ ചികിത്സയിലൂടെ വന്നപ്പോഴേ അവർ കൂടുതൽ ആരോഗ്യവതിയായി മാറിയല്ലോ. അത് ഞാൻ ഇന്ന് രാവിലെയും കൂടി കണ്ടു. നിങ്ങളെ ഉമ്മ എന്ന് പറഞ്ഞപ്പോഴേ നിങ്ങളെ മക്കളെ കല്യാണമൊക്കെ കഴിഞ്ഞല്ലേ, എന്നിട്ട് നിങ്ങളെ ഉമ്മ 81 വയസ്സിൽ മാഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹം കൊണ്ട് ഈ ഒരു ചികിത്സയിലൂടെ സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ്. ഈ രീതിയിൽ തന്നെ നിങ്ങളിപ്പോൾ ചികിത്സകയായല്ലോ, ചികിത്സകയായപ്പോൾ ഇതുപോലെ എന്തെങ്കിലും അമേസിങ് റിസൾട്ട് നിങ്ങൾക്ക് തോന്നിയതുണ്ടോ? ഫസ്റ്റ് ചികിത്സ കിട്ടി നിങ്ങൾ ഭർത്താവിൻ്റെ പറഞ്ഞു, വേറെ പുറത്തുള്ളവർക്ക്? പിന്നെ പുറത്തുള്ളവർക്കൊക്കെ 3-4 റിസൾട്ട് ഉണ്ട്. നല്ല റിസൾട്ട് എന്ന് പറയാൻ ഒരു ഫുൾ അലർജി ആയിട്ടുള്ള ഒരു ലേഡി വരുമായിരുന്നു. എനിക്കറിയാം അവർ വന്ന സമയത്ത് അവർക്ക് എന്തായാലും ഞാൻ കിംസി പോവാണ് ട്രീറ്റ്മെൻറ്റിന്, എനിക്ക് ഉറപ്പ് തരാമെങ്കിലേ നിൽക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. എന്തായാലും അവരുടെ ഹസ്ബൻഡ് ഭയങ്കര എതിരായിരുന്നു. പക്ഷേ ഇടയ്ക്ക് വെച്ച് ഞാൻ പറഞ്ഞ ഹസ്ബൻഡിനെയും കൊണ്ടുവന്ന് യൂസഫ് സാറിനെ പോയി കണ്ടൊന്ന് സംസാരിക്കും. അപ്പോൾ സാറിനെ കണ്ട് സംസാരിച്ചപ്പോൾ സാറ് പറഞ്ഞു നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നിടത്ത് തന്നെ ചെയ്യും, ഒരു കുഴപ്പമില്ല. അങ്ങനെ പുള്ളിക്കാരി ധൈര്യമായിട്ട് ഇങ്ങനെ തുടർന്ന് വന്നു ട്രീറ്റ്മെൻറ്റ്. ഇപ്പം കംപ്ലീറ്റ് മാറി. പിന്നെ അലർജിക്ക് വർഷങ്ങളായിട്ട് മെഡിസിൻ കഴിച്ചുകൊണ്ടിരുന്നു. തുമ്മലും ഏത് സമയം തുമ്മലിനൊന്നും മെഡിസിൻ കഴിക്കാതെ അവർക്ക് ഉറക്കം വരത്തില്ലായിരുന്നു. അവരും ഇപ്പം 1.5 വർഷമായിട്ട് മെഡിസിൻ നിർത്തിയിട്ട് ഒരു കുഴപ്പമില്ല. തുമ്മലിനൊക്കെ സാധാരണ ഞാൻ നോക്കുമ്പോൾ അലർജീൻ്റെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലോപ്പതി ആണെങ്കിലും ആയുർവേദം ആണെങ്കിലും ആ മരുന്ന് നിർത്തിയിട്ട് മുന്നോട്ട് പോകാൻ കഴിയൂല. അത് മാത്രമല്ല പ്രയാസം കുറയല്ലേ, കൂടിക്കൊണ്ടിരിക്കുകയേ. ഇതുപോലെ നമ്മളെ ചികിത്സയിലൂടെ മാത്രമേ ഇതിനൊക്കെ ശരിക്കും പരിഹാരമുള്ളൂ എന്ന് തോന്നിപ്പോകും. കാരണം മറ്റുള്ള ചികിത്സ എടുത്ത് ഒരുപാട് പഴക്കമുള്ള ആൾക്കാർ വന്നാൽ പോലും, ഇപ്പോൾ നിങ്ങൾ ഉമ്മൻ്റെ കഥ പറഞ്ഞില്ലേ, അതേപോലെ പലവർക്കും നോക്കുമ്പോൾ ഒരുപാട് പഴക്കമുള്ള രോഗികളൊക്കെ ഈ ചികിത്സയുടെയാണ് മരുന്നും ചികിത്സയും നിർത്തുന്നത്. മറ്റൊന്നും ചികിത്സ നിർത്താൻ കഴിയില്ല അല്ലേ? ഇതേപോലെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് പറഞ്ഞിട്ട് പ്രമേഹം ആയിക്കോട്ടെ, BP ആയിക്കോട്ടെ, അല്ലെങ്കിൽ തൈറോയിഡ്, കൊളസ്ട്രോൾ, ഇതിനൊക്കെ ചികിത്സ എടുത്തണോ? ഞാനൊരു പ്രഷർ BP-ക്ക് മെഡിസിൻ നിർത്തിയിട്ട് ഒരു പേഷ്യൻ്റ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നുണ്ട്. പിന്നെ ആൻജിയോഗ്രാം ചെയ്ത് ആൻജിയോപ്ലാസ്റ്റി ചെയ്തൊരു പയ്യൻ വരുന്നുണ്ട്, ഒരു 36 ഒക്കെ ഏജ് കാണുള്ളൂ. ആ പുള്ളിക്കാരനും പിന്നെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് പോകുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല, ഇങ്ങനെ പോകുന്നുണ്ട്, ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. അത് കുറേ ഇങ്ങനെ മെൻ്റലി ഭയങ്കര ഡിസ്ട്രെസ്ഡ് ആണ് ഈ മെഡിസിൻസ് എല്ലാം കൂടി ചെല്ലുമ്പോൾ. അപ്പോൾ അതൊക്കെ നിർത്തിയപ്പോഴത്തേക്ക് കുറച്ച്. നിങ്ങളിപ്പോൾ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തല്ലോ, ക്ലിനിക്ക് പഠിച്ചതിന് ശേഷം ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴേ നിങ്ങളെ കുടുംബത്തിൽ നിന്ന് എന്തിനാണ് ഈ ചികിത്സയൊക്കെ എടുക്കുന്നത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിമർശനം വന്നിട്ടുണ്ടോ? അതാ ഡോക്ടേഴ്സ് ഉണ്ട് കുടുംബത്തിൽ, പറഞ്ഞു പ്രശ്നമാവും, പിന്നെ
മനുഷ്യാവകാശ കമ്മീഷൻ വന്ന് പൂട്ടിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പം പക്ഷെ അതൊന്നും നമ്മൾ ചിരിച്ചോണ്ട് ഹാൻഡിൽ ചെയ്ത് റിപ്ലൈ കൊടുക്കാൻ പോയില്ല. അവര് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ എന്തെങ്കിലും ഭയപ്പാടുണ്ടായോ? അല്ലെങ്കിൽ പറഞ്ഞപ്പോൾ ഒരു മനസ്സിനൊരു വിഷമം തോന്നി അന്നേരം. പിന്നെ വിചാരിച്ചു അവർക്ക് അത് അങ്ങനെയല്ലേ അറിയൂ, നമ്മുടെ ഒരു കിട്ടിയ തിരിച്ചവർ അവർക്ക് കിട്ടിയിട്ടില്ലല്ലോ. അത് ശരിയാണ്. അതുകൊണ്ടാണ് അത് നമ്മൾ ഒറ്റ നോട്ടത്തിൽ സാധാരണക്കാരിൽ പോലും എന്താ വിചാരിക്കേ, 1 വർഷം കൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ഡോക്ടറാകാൻ കഴിയുമോ, അല്ലെങ്കിൽ ഇപ്പോൾ 2 വർഷത്തേക്ക് ആക്കിയിട്ടുണ്ട്, 2 വർഷം കഴിയുമ്പോഴത്തേക്ക് ഡോക്ടറാകാൻ കഴിയുമോ, അല്ലെങ്കിൽ ഒരു ചികിത്സകനാകാൻ കഴിയുമോ എന്നൊരു സംശയമൊക്കെ ഉണ്ടാവും സാധാരണക്കാരൻ്റെ ഇടയിൽ. ഇതാണ് ശരിക്കും വിമർശനത്തിൻ്റെ പ്രധാന കാരണം. അതിലേക്ക് വന്ന് ചികിത്സ എടുത്ത് രോഗം മാറിയാൽ എല്ലാം അവിടെ കഴിഞ്ഞ്. രോഗി അൾട്ടിമേറ്റ് എന്താ ആഗ്രഹിക്കുന്നത്? രോഗം മാറുന്ന രീതിയിലേക്ക് ആ ശരീരം മാറുന്ന സമയത്ത് അവരെ ചിന്തയും അഭിപ്രായവും ഒക്കെ മാറുന്നുണ്ട് അല്ലേ? എന്തായാലും നിങ്ങളെ ചികിത്സാലയം നല്ല രീതിയിൽ ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ ഒരു ചികിത്സാലയമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. എന്തായാലും നമ്മളെ ആരോഗ്യജാലയത്തിൻ്റെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ടു ഓൾ.